പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും അത് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എവിടെയെത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ്. ഇന്ത്യയുടെ കഥ ഇന്ന് ലോകത്തിന് പ്രചോദനമാണ്. ഒരിക്കൽ വികസനോന്മുഖ രാജ്യം എന്ന് വിളിക്കപ്പെട്ട ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ വളർച്ചാ മാതൃക. ഇന്ത്യയുടെ വളർച്ച ഡൊമസ്റ്റിക് ഡിമാൻഡ് ഡ്രിവനാണ്. നമ്മുടെ യുവജനസംഖ്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ. ആഭ്യന്തര ഉപഭോഗം, ഭൂജനം മുതൽ ടെക്നോളജി വരെ ജനങ്ങളുടെ ആവശ്യങ്ങൾ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പൊതുനിക്ഷേപം, റോഡുകൾ, റെയിൽവേകൾ, തുറമുഖങ്ങൾ, നഗരവികസനം ഇവയെല്ലാം വളർച്ചയെ സഹായിക്കുന്നു. 2026-ൽ ഇന്ത്യ 6 മുതൽ 7% വളർച്ച കൈവരിച്ചുകൊണ്ട് ഏഷ്യയിലെ ഗ്രോത്ത് ലീഡറായി മാറിയിരിക്കുന്നു. ചൈനയുടെ മാതൃക. ചൈനയുടെ വളർച്ച എക്സ്പോർട്ട് ഡ്രിവനാണ്. നിർമ്മാണം, കയറ്റുമതി, ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഇവയാണ് പ്രധാന കരുത്ത്. എന്നാൽ പ്രോപ്പർട്ടി മാർക്കറ്റ് തകർച്ചയും ആഭ്യന്തര ഉപഭോഗം കുറയുന്നതും ചൈനയുടെ വളർച്ചയെ ബാധിക്കുന്നു. 2026-ൽ ചൈനയുടെ വളർച്ച 5%-ൽ താഴെയായി. വിയറ്റ്നാം, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്. വിയറ്റ്നാം 8% വളർച്ച, FDIയിൽ ആശ്രയം, സപ്ലൈ ചെയിൻ റീഅലൈൻമെന്റ് വലിയ പങ്ക് വഹിക്കുന്നു. ഇന്തോനേഷ്യ 5.6% വളർച്ച, റിസോഴ്സ് ഡ്രിവൻ ഇക്കോണമി. ബംഗ്ലാദേശ് 5% വളർച്ച, റെമിറ്റൻസ്, വസ്ത്രവ്യവസായം. ഇന്ത്യയുടെ വളർച്ച ജനങ്ങളുടെ ആവശ്യകതയിൽ നിന്നാണ് ഉയർന്നുവരുന്നത്. ചൈനയുടെ വളർച്ച കയറ്റുമതിയിൽ ആശ്രയിച്ചപ്പോൾ ഇന്ത്യയുടെ വളർച്ച ജനങ്ങളുടെ ഉപഭോഗത്തിൽ ആശ്രയിക്കുന്നു. വിയറ്റ്നാം വിദേശ നിക്ഷേപത്തിൽ ആശ്രയിച്ചപ്പോൾ ഇന്ത്യ സ്വന്തം ജനങ്ങളുടെ കരുത്തിൽ മുന്നേറുന്നു. ഇന്തോനേഷ്യയും ബംഗ്ലാദേശും സ്ഥിരതയുള്ള വളർച്ച കൈവരിച്ചെങ്കിലും ഇന്ത്യയുടെ വേഗവും സ്ഥിരതയും അവരെക്കാൾ മുന്നിലാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇന്ത്യ ഏഷ്യയിലെ ഗ്രോത്ത് ലീഡറാണ്. നമ്മുടെ വളർച്ച ജനങ്ങളുടെ ആവശ്യകതയിൽ നിന്നാണ് ഉയർന്നുവരുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ ശക്തിയും ജനങ്ങളുടെ പങ്കാളിത്തവും തെളിയിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക യാത്ര ഒരു രാജ്യത്തിന്റെ വളർച്ച മാത്രമല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങൾ, പരിശ്രമങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം ചേർന്നുണ്ടാക്കിയ കഥയാണ്. ഇന്ത്യ ഉയരുന്നു, ഇന്ത്യ മുന്നേറുന്നു, ഇന്ത്യ ലോകത്തിന് മാതൃകയാകുന്നു.